ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് സ്കൂളിലേക്ക് പോയി ചോറ് കൊണ്ടുപോവാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇട്ട് നമ്മൾ ആദ്യം മുട്ട അങ്ങോട്ട് ഇട്ടുക. പിന്നെ മെയിനായിട്ടൊരു സംഭവം ഉണ്ടോ, എന്താ ചമ്മന്തിയില്ല ഒരു സുഖം ഉണ്ടോ. ചമ്മന്തി അങ്ങ് വെച്ചു കൊടുത്ത്. ഇനി നമ്മുടെ രണ്ടാമത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ ചോറ് ഇങ്ങനെ ഇടുക. ഇത് നമ്മളങ്ങനെ ചോറും കുടഞ്ഞിട്ട് ഉണ്ടോ. അപ്പൊ നമുക്ക് എല്ലാമായി പൊതിച്ചോറിന് 3 സംഭവമായി ഉണ്ടോ. ഇനി നമുക്കതങ്ങ് പൊതിഞ്ഞെടുത്താലോ. എടുക്കാം നമുക്ക് പൊതിഞ്ഞ്. അങ്ങനെ നമ്മൾ ഗൈസ് ഉപ്പേരിയും കൂടി ഇടുവാണ് അതിനകത്തോട്ട്. ഉപ്പേരി ഇട്ട് കണ്ടോ. ഒരു വെറൈറ്റി ആയിട്ടൊരു ദിവസമല്ലേ, വെറൈറ്റി ആകട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ പൊതിച്ചോറ് പൊതിയുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊതിച്ചോറ് ഇങ്ങനെ നമ്മൾ ചുരുളി വെച്ചിട്ടുണ്ട്. പൊതിച്ചോറ് കഴിഞ്ഞൊരു ടേസ്റ്റ്, സുഖം, ഒന്ന് കഴിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞാൻ ഷെയറും ചെയ്യും. അപ്പോൾ ഓക്കെ, ടാറ്റാ. അപ്പോൾ ഗൈസ്, നമ്മൾ വാങ്ങിനോട്ട് വെക്കുവാണ്. 1 മണിയാകുമ്പോൾ ആ പൊതിച്ചോറിങ്ങ് എടുത്ത് തുറക്കുമ്പോൾ ഒരു മണം. ഇപ്പൊ തന്നെ കൊതി ഊറുമായി തിന്നാൻ തന്നെ. പൊതിച്ചോറിന്റെ വേറെ ടേസ്റ്റാണ് ഗൈസ്. ബിരിയാണിയെക്കാട്ടിലും പൊതിച്ചോറ് എല്ലാത്തിനെക്കാട്ടിലും കേരള നമ്പർ 1 പൊതിച്ചോറാണ്. തേകുമ്പോൾ ഒന്ന് തിന്ന് നോക്കണം. പൊതിച്ചോറിന്റെ ടേസ്റ്റ്, ചമ്മന്തിക്ക് എങ്ങനെയാ ടേസ്റ്റ് വരുന്നതെന്ന് പറയട്ടെ. നമ്മൾ അരക്കല്ല് അരച്ച് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുമ്പോഴാണ് കുറെ ടേസ്റ്റ് അതിന്.